ആ വന്നല്ലോ എന്റെ മാമന്റെ മോൻ. അമ്മ ഇവിടെ നിക്കട്ടെ, ഞാൻ അവനെ പോയി ഉപദേശിച്ചിട്ട് പോരാ. എടാ ഓടിക്കൂടാ, ഫോൺ എടുത്തോടാ. എന്താണ് പ്രശ്നം? വന്നേ സിഗരറ്റ് പിടിച്ച്. സിഗരറ്റാ? അതെങ്ങനെ? നിന്റെ ബാൻഡീന്നാ പിടിച്ചത്. എന്റെ ബാൻഡീന്നാ? എന്റെ ബാൻഡ് എപ്പോഴാണ് നീ ഇട്ടോണ്ട് പോയത്? ഇയാള് ഗ്രൂപ്പ് കണ്ടില്ലല്ലേ? എന്താണ്? ഇന്നലെ നമ്മ രാത്രി വെള്ളം അടിച്ചായിരുന്ന, അപ്പൊ ഡ്രസ്സും ബാൻഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി തുള്ളിയായിരുന്നു. അതിന്റെ വീഡിയോ ഇറങ്ങിയായിരുന്നു. ഞാനാണെങ്കില് ഷഡ്ഡിപ്പുറത്തായിരുന്നു. വെള്ളം അടിച്ചതിനെ കുറച്ച് ബോധം വേണോടാ, അതൊക്കെ എന്നെ കണ്ടുപിടിക്കും. അതല്ലേ, അതാണെങ്കിൽ ഷഡ്ഡിയെങ്കിലും ഉണ്ടായിരുന്നില്ല, കത്തൂലും ഉണ്ടായിരുന്നില്ല. അതിലെ കുറച്ച് കാറ്റ് കയറി കിട്ടെന്ന് വിചാരിച്ച്. അതെ, നല്ലോണം കയറിയിട്ടുണ്ട്. നീ പേറിലാണ്. അപ്പൊ വീട്ടില് സിഗും പൊക്കി, പീസ് പിടിക്കാൻ പറഞ്ഞി. അത് നിന്റെ എനിക്കെന്താ കുഴപ്പം? പിന്നെ തവന്നല്ലേ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് പോട്ടെ, എന്തായാലും നമ്മളെ നാറി. നമുക്ക് ആന കാണാൻ പോലെ. എവിടെയാണ്? എടാ നമ്മുടെ അമ്പലത്തിൽ വിളിച്ച പോലെ അവിടെ പറമ്പി കെട്ടിട്ടുണ്ട്. എടാ അങ്ങടല്ല ഇങ്ങോട്ട്. സോറി. ഇത് നല്ലനാ, അതൊക്കെ തൃശ്ശൂര് പിണ്ടക്ക് സൈസ് ഉണ്ട്. എത്ര അല്ല, ഇത്ര ഇല്ലെങ്കിലും ഇത്ര ഉണ്ടാവും. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം? അത് പിന്നെ പെട്ടെന്ന് ആന കണ്ടപ്പോ തൃശ്ശൂര് വരെ പോയതാ. അല്ല അത് പോട്ടെ. ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ആന ആയതുകൊണ്ടല്ലേ ആന ഉത്സവത്തിനോണ്ടല്ലേ? അല്ല, ആനല്ല. പിന്നെന്താ? തിമിംഗലം, നീലത്തിമിംഗലം. എടാ അത് വെള്ളത്തില്, ഇത് കരയില്. അങ്ങനെ പറ. നീ ബുദ്ധിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കില്ലേട്ടാ. നിനക്ക് ബുദ്ധിയില്ലേ? അങ്ങനെയല്ല. എന്നാ അത് വീട്. എടാ ഞാൻ പറഞ്ഞതേ, പണ്ടായിരുന്നെങ്കിലേ ഡിനോസർ ആയിരുന്നില്ലേ ഏറ്റവും വലിയ ജീവി ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഡിനോസർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാർ ആരൊക്കെ ഒരു ഡിനോസറിന്റെ കൊണ്ടുവരുള്ളൂ. ഇതാലോചിച്ച് നോക്കിയത് സീറ്റ്. ഡിനോസറിന്റെ പേര് കുട്ടിശങ്കരൻ. ഞാൻ പോരാ. എന്താ അച്ഛാ? നീയൊക്കെ സിഗരറ്റ് വലിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതുപോട്ടെ, പക്ഷെ ഇതിൻ്റെ കട്ടിൻ്റെ ഇടയിൽ നിന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തിട്ടാണ് അച്ഛാ? ഒരു കഥകളിയുടെ പടം. നീയൊക്കെ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വന്നോ? എന്താ പണി പോലെടാ, നീ വന്നേ.